ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗുരുവായൂർ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഞങ്ങൾ ഗുരുവായൂർ പോകണമെന്ന് കരുതണു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അമ്പലത്തിൽ പതിവ് പോലെ എന്നും നല്ല തിരക്കുള്ളത് പോലെ ഇന്നും നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് ഫോൺ സൂക്ഷിക്കാൻ കൊടുക്കണയിടത്തേക്ക് പോവുകയാണ് കേട്ടോ. ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോൺ സൂക്ഷിക്കാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുകയാണ് കേട്ടോ. തൊഴുത് ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറച്ച് ഡാൻസ് പിള്ളേരുടെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് കുറച്ച് നേരം ഇരുന്ന് കാണാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഡാൻസ് കാണുമായിരുന്നു കേട്ടോ. അവർ നല്ല രസകരമായിട്ടാണ് കേട്ടോ അവർ ഡാൻസ് കളിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഡാൻസ് കണ്ടിട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഡാൻസ് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ ഡാൻസൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണത് കേട്ടോ. ഇതിന് മുമ്പൊന്നും പോകുമ്പോൾ നല്ല തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിനുള്ള കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പിന്നെ ഭക്ഷണത്തിന് കുറച്ച് നേരം ക്യൂ വന്നപ്പോൾ ക്യൂ അനങ്ങാത്ത തന്നെ എനിക്ക് പോകണം എന്നൊക്കെ തോന്നി. പിന്നെ ക്യൂ ഒക്കെ വേഗം അനങ്ങി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ വേഗം നീങ്ങി തുടങ്ങിയത് കാരണം വേഗം എത്താൻ പറ്റി. അങ്ങനെ വേഗം കൈ കഴുകി ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഞങ്ങൾ പിന്നെ സ്ഥിരമായിട്ട് മോതിരവും കളിപ്പാട്ടങ്ങളും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആനപ്പട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ചെറുത് ഉമ്മർത്തൊക്കെ ഇടാൻ പറ്റിയത്. അതുപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, കണ്ണൻ്റെ ചിത്രങ്ങൾ, മോതിരങ്ങൾ. ഞങ്ങൾ കുറച്ച് മോതിരവും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ വാങ്ങി. പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു കുഞ്ഞ് വിഗ്രഹം വാങ്ങി. മഞ്ചാടി ഒക്കെ ഉള്ള ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ മയിൽപ്പീലിയിലൊക്കെ ഒന്ന് ഇതാക്കി. പിന്നെ അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ എനിക്കിഷ്ടമായി. അവിടെ നിറയെ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഡ്രസ്സ്, പട്ട് പാവാട, ധാവണി, അങ്ങനെയുള്ള എല്ലാവിധ ഡ്രസ്സെല്ലാം അവിടെ ഞാൻ കണ്ടു കേട്ടോ. അതുപോലെ കൃഷ്ണൻ്റെ കളിപ്പാട്ടങ്ങൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതിനെ കുറേ നേരം ഇങ്ങനെ നടന്നു. പിന്നെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഗുരുവായൂർ പോകുന്ന വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.